ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സാമ്പാറാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു 150 ഗ്രാം പരിപ്പ് നന്നായി കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇത് പച്ചക്കറി പീസുകളാണ്. ഇതിൽ നമ്മൾ കുമ്പളങ്ങ ഒരു 1/4 കിലോ എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ്, ഒരു 6-7 പീസ് ബീൻസ്, ഒരു മുരിങ്ങക്കോല്, 2 ഉരുളക്കിഴങ്ങ്. ഇത്രയും കഷ്ണങ്ങളാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഇത് പരിപ്പും പച്ചക്കറി കഷ്ണങ്ങളും ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ആദ്യം തന്നെ പരിപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പച്ചക്കറി പീസുകൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇനി ഇതൊരു 15 മിനിറ്റ് നന്നായിട്ട് വേവിക്കുക. നമ്മുടെ കഷ്ണങ്ങളൊക്കെ റെഡിയാവുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരു ജോലിയും കൂടി ഉണ്ട്. നമുക്ക് ഒരു 1/2 മുറി തേങ്ങ ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ 1/2 മുറി തേങ്ങയിലേക്ക് നമ്മൾ 1 സ്പൂൺ ഉഴുന്ന്, 1/2 സ്പൂൺ ഉലുവ, 2 വെളുത്തുള്ളി, 2 ചുമന്നുള്ളി ഇത്രയും ചേർത്ത് നന്നായി വറുത്തെടുക്കുക. നമുക്ക് ഇതൊന്ന് വറുത്ത് വരാനായിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അങ്ങനെ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഉലുവ, അതിനുശേഷം ഉള്ളി. വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒന്ന് അരിഞ്ഞിട്ടാൽ മതി. നന്നായി വറുത്തെടുക്കുക. നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്തിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ. നമ്മൾ ആദ്യം കുറച്ച് ചേർത്തിട്ടുണ്ട്, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. ഇപ്പം നമുക്ക് കിട്ടുന്ന സാമ്പാറൊക്കെ, നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറൊക്കെ വെറുതെ പച്ചക്കറി ഇട്ട് വേവിച്ച് സാമ്പാർ പൊടിയിട്ട് കഴിക്കുകയാണ് ചെയ്യണത്. അതിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ട്, കാര്യം കുറച്ച് ടൈം എടുക്കും, പക്ഷേ ഇങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് ചേർത്ത് ഉണ്ടാക്കുന്ന സാമ്പാറിന് ഒരു പണ്ടത്തെ സാമ്പാറിൻ്റെ രുചിയാണ് ഉണ്ടാവുക. ഒരു നൊസ്റ്റാൾജിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ഈ സാമ്പാറും ഇഷ്ടപ്പെടും. നമ്മുടെ തേങ്ങ നല്ല ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റിവെക്കാം. നമ്മുടെ പച്ചക്കറി കഷ്ണങ്ങൾ എന്തായെന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞിരിക്കുകയാണ് പച്ചക്കറി കഷ്ണങ്ങൾ. ഇനി നമുക്കിതിൽ 2 പേരെ കൂടി ചേർക്കാനുണ്ട്.
ഒരു 4 വെണ്ടയ്ക്കയും 2 തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. വെണ്ടയ്ക്കും തക്കാളി അധികം വേവില്ല. നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കട്ട കായമാണെങ്കിൽ നമ്മൾ ഈ കഷ്ണങ്ങൾ വേവണ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം, എന്നാലേ വേവുള്ളൂ. അല്ല പൊടിയാണെങ്കിൽ നമുക്ക് ഈ ലാസ്റ്റ് ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിൽ കട്ടക്കായം ഒന്ന് വറുത്ത് പൊടിച്ച് ഇടമായി. അതൊക്കെ പണിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കഷ്ണങ്ങൾ വേവണ സമയത്ത് ഇട്ട് കൊടുത്താൽ ഇത് വെന്ത് കഴിയുമ്പോഴേക്കും കായം അതിൽ ചേർന്നിരിക്കും. ഇവിടെ ആവശ്യത്തിന് കായമായി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ്, തേങ്ങയും കൂടി വറുത്ത് വെച്ച അരപ്പ് നന്നായി മിക്സിയിൽ അടിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ അടിച്ചു തുടങ്ങി. പുളി ചേർത്ത് കൊടുക്കുക. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനത്തെ താളിച്ചിടൽ കർമ്മം കൂടി ഉള്ളൂ. ഇനി അടുത്തത് അതും കൂടി നമുക്ക് ചെയ്ത് നമ്മുടെ സാമ്പാർ ഫിനിഷ് ചെയ്യാം. താളിച്ചിടാൻ നമ്മൾ ഈ 3 സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വെളിച്ചെണ്ണ 2 സ്പൂൺ, കടുക് 1 സ്പൂൺ, വേപ്പില, 2 വറ്റൽമുളകും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ കടുക്, വേപ്പില, നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാമ്പാർ റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ കമൻസും ഞങ്ങൾക്ക് ഇടണം. ഇതെല്ലാവരും വീട്ടിൽ റെഡിയാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.